ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എന്താ പറയുക നോർമൽ ആൻഡ് അബ്നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ കാരണം ഇത് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞിട്ട്, അതായത് നോർമൽ ആൻഡ് അബ്നോർമൽ ആയിട്ടുള്ളതിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് അറിവുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് നമിത. എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും വിടാതെ കാണാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോർമലാണ്. സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞവരിൽ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്തതിൽ തൊട്ട് നോർമൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വൈറ്റ് കളറായിരിക്കും. വൈറ്റ് മിൽക്കി വൈറ്റ് കളറൊക്കെ ആയിരിക്കും. ഡാർക്ക് ആവില്ല എന്നുവെച്ചാൽ തിക്കായിട്ടുള്ള വൈറ്റ് കളറായിരിക്കില്ല. ഒരു മിൽക്കി വൈറ്റ് ഓർ വൈറ്റ് കളറായിരിക്കും. അത് നോർമലാണ്. മെൻസ്ട്രുവേഷൻസ് സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ എന്നാണ് മെൻസസ് ഡേറ്റ് എന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഈ ഒരു ഡിസ്ചാർജിങ് സ്റ്റാർട്ടാവും. ചിലരിൽ മെൻസസ് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസങ്ങൾ 14 ദിവസം കൂടി പോയാൽ ഉണ്ടാവും ഈ വൈറ്റ് ഡിസ്ചാർജ്. അപ്പോൾ അതൊക്കെ നോർമലാണ്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അങ്ങനെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിനങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് എന്താ പറയുക, ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത്ര പേടിക്കാനുള്ള കാര്യമല്ല. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്ത്രീകളാണ്, മെൻസ്ട്രുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓവുലേഷൻ പോലത്തെ കാര്യങ്ങൾ നമുക്ക് യൂട്രസ് ഉള്ളതാണ്. അപ്പോൾ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഈ മലയാളത്തിൽ തന്നെ നമ്മൾ വെള്ളപ്പൂക്ക് എന്നൊക്കെ പറയും. ഇത് നമുക്ക് എല്ലാ സ്ത്രീകളിലും നോർമലാണ്. ഒരു മിൽക്കി വൈറ്റ് കളറായിട്ട് പോകുന്നത് അത്ര പേടിക്കാനുള്ള കാര്യമല്ല. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഡെയിലി കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വൈറ്റ് ഡിസ്ചാർജിനൊരു കളർ ഉണ്ടാവും ഇല്ലേ? അതുപോലെ അല്ലാതെ അതിൽ നിന്നും ചേഞ്ച് വരിക, മാറ്റം വരിക, കളർ വ്യത്യാസം വരിക. പിന്നെ എന്താ ഒരു വൈറ്റ് കളറായിരുന്നത് പെട്ടെന്ന് ഭയങ്കര തിക്കായിട്ടുള്ള ഡിസ്ചാർജ് വരിക. അതുപോലെ പോകുന്നതിൽ കൂടുതൽ നമുക്ക് ക്ഷീണം വരിക. ഇത് ഭയങ്കരമായിട്ട് പോവുക, നമുക്കിങ്ങനെ ക്ഷീണം വരിക. ഇത് നമുക്കിങ്ങനെ ഇടുന്ന പാൻറ്റീസിലൊക്കെ ഭയങ്കര വഴുവഴുപ്പ് പോലെ ബുദ്ധിമുട്ട് തോന്നുക. അങ്ങനത്തെ രീതിയിലൊക്കെ വരുമ്പോൾ നമ്മൾ അബ്നോർമലാണ്. നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ അപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യണം. അതേപോലെ തന്നെ സെയിം ആയിട്ട് കളർ വ്യത്യാസം വരും. മെയിനായിട്ട് കളർ വ്യത്യാസമാണ് വരിക. ഇതിൻ്റെ വൈറ്റ് ഓർ മിൽക്കി കളറിൽ നിന്ന് ഗ്രേ, യെല്ലോ, ഗ്രീൻ എന്നിങ്ങനെ കളറുകളാവുമ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ STI പോലുള്ള ഇൻഫെക്ഷൻസ് ആവും, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെ കണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഗൈനക്കിനെ കൺസൾട്ട് ചെയ്യണം. അതേപോലെ തന്നെ ചിലരിൽ ബ്രൗൺ കളർ, റെഡ് കളറായി കാണാം. പിന്നെ ഈ ബ്രൗൺ ഓർ റെഡ് കളറാവുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൂടുതലും അത് നമ്മുടെ പ്രഗ്നൻസി ടൈമിലും പിന്നെ ഇറഗുലർ മെൻസ്ട്രുവേഷനൊക്കെ നടക്കുമ്പോഴാണ് അത് കാണുക. അപ്പം നമ്മൾ പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നൊക്കെ പറയും. അപ്പോഴൊക്കെയാണ് ഇത് കാണുക, അല്ലാതെ കാണാൻ സാധ്യതയില്ല. അല്ലാതെ കാണുന്നതായാലും ഈ പ്രഗ്നൻസിയിൽ കാണുന്നതായാലും ഒക്കെ നമ്മൾ അബ്നോർമൽ തന്നെയാണ്. നമ്മൾ എന്തായാലും ഗൈനക്കിനെ കൺസൾട്ട് ചെയ്യണം. പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അതിന് ബാഡ് ഓർഡർ ആയിരിക്കും, ബാഡ് സ്മെല്ല് മസ്റ്റായിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുന്നത് അബ്നോർമൽ ഡിസ്ചാർജിങ് തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അബ്നോർമൽ ആയിട്ടുള്ള സിംറ്റംസ്, നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലർക്ക് ടമ്മീസ് അബ്നോർമലിലൊക്കെ പെയിൻ ഉണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിരിക്കാം, കാലുകഴപ്പ് പോലെയുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലരിങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരിക, മുടികൊഴിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലരിൽ. അപൂർവമാണ് അതും. കൂടുതൽ അബ്നോർമൽ പെയിനൊക്കെയാണ് കണ്ടുവരിക. പിന്നെ പിന്നത്തെ സിംറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂഡ് സ്വിങ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. വെജൈനൽ ഈച്ചിങ് ഒക്കെ ഉണ്ടാവും.
ഇറിറ്റേഷൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. വെജൈനൽ ഏരിയയിലൊക്കെ ഇറിറ്റേഷൻ വരെ, ഇച്ചിങ് ഉണ്ടാവുക, ബേണിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള പെയിൻ, ബുദ്ധിമുട്ട്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ്. അപ്പോൾ നമ്മൾ അത് എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. നമ്മൾ മെയിനായിട്ട് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം കുടിക്കുക, അതുപോലെ നമ്മുടെ വെജൈനൽ ഏരിയ, നമ്മുടെ ജെനിറ്റൽ പാർട്ടൊക്കെ നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. നല്ല നല്ല വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ല ഇലക്കറികൾ പോലുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ തൈര് പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റ് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.